നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പഴയ ജില്ലാ ബുക്ക് ഡിപ്പോയുടെ സ്ഥലം ഡിജിറ്റൽ ലൈബ്രറിയും സാംസ്കാരിക നിലയവും തുടങ്ങാൻ ഉപയോഗപ്പെടുത്തുന്ന തലശ്ശേരി നഗരസഭയ്ക്ക് അനുമതി. തീരുമാനം സ്പീക്കർ വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ. തലശ്ശേരി സൗത്ത് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് വെള്ളിയാഴ്ച തുടക്കം. വിളംബര ഘോഷയാത്ര നടന്നു. പാനൂർ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം ഒക്ടോബർ 24 മുതൽ 28 വരെ KP മോഹൻ MLA ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. തലശ്ശേരി ടൗണിൽ ഗവൺമെന്റ് LP സ്കൂളിന് സമീപം വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന പഴയ ജില്ലാ ബുക്ക് ഡിപ്പോയുടെ സ്ഥലം ഡിജിറ്റൽ ലൈബ്രറിയും സാംസ്കാരിക നിലയവും തുടങ്ങാൻ ഉപയോഗപ്പെടുത്തുന്നതിന് തലശ്ശേരി നഗരസഭയ്ക്ക് അനുമതി നൽകും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയുമായി നിയമസഭാ സ്പീക്കർ AN ഷംസീർ അദ്ദേഹത്തിന്റെ ചേംബറിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യത്തിൽ തീരുമാനം ആയത്. തലശ്ശേരി ടൗണിൽ ഗവൺമെന്റ് LP സ്കൂളിന് സമീപം വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന പഴയ ജില്ലാ ഡിപ്പോയുടെ സ്ഥലം ഡിജിറ്റൽ ലൈബ്രറിയും സാംസ്കാരിക നിലയവും തുടങ്ങാൻ ഉപയോഗപ്പെടുത്തുന്നതിന് തലശ്ശേരി നഗരസഭയ്ക്ക് അനുമതി നൽകും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയുമായി നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ അദ്ദേഹത്തിന്റെ ചേംബറിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. തലശ്ശേരി ടൗണിൽ കായത്ത് റോഡിൽ സ്ഥിതി ചെയ്യുന്ന ബുക്ക് ഡിപ്പോ കഴിഞ്ഞ 9 വർഷത്തിലേറെയായി പ്രവർത്തനരഹിതമാണ്. ഇവിടെ ജനകീയ പങ്കാളിത്തത്തോടെ വായനശാലയും സാംസ്കാരിക നിലയവും ആരംഭിക്കണമെന്ന സ്ഥലവാസികളുടെ ദീർഘകാലത്തെ ആവശ്യമാണ് മന്ത്രിയുടെ ഉറപ്പോടെ യാഥാർത്ഥ്യമാകുന്നത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വാർഡ് കൗൺസിലർ COT ഷബീർ എന്നിവർ ഓൺലൈനായും സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി T മനോഹരൻ നായർ, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി SK അർജുൻ എന്നിവർ നേരിട്ടും യോഗത്തിൽ പങ്കെടുത്തു. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി തലശ്ശേരി നഗരസഭ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ശുചിത്വ സന്ദേശ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. നഗരസഭാ അധ്യക്ഷ KM ജമുന റാണി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി തലശ്ശേരി നഗരസഭ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ശുചിത്വ സന്ദേശ ചിത്രരചനാ മത്സരം നഗരസഭാ അധ്യക്ഷ KM ജമുന റാണി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. മാലിന്യ പരിപാലന പ്രവർത്തികളിൽ വിദ്യാർത്ഥികളുടെ മനോഭാവമാറ്റം അനിവാര്യമാണെന്നും അതിനായി വിദ്യാർത്ഥി സമൂഹം മുൻപോട്ട് വരണമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷ TK സാഹിറ അധ്യക്ഷയായി. പൊതുമരാമത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ V സോമൻ സ്വാഗതം പറഞ്ഞു. KSWMB ജില്ലാ സോഷ്യൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എക്സ്പെർട്ട് P അപർണ സംസാരിച്ചു. നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ PP അജയ്കുമാർ, KP പ്രദീപൻ, NV സൂരജ്, KSWMB എഞ്ചിനീയർ അജ്മൽ, ശുചിത്വ മിഷൻ YP അശ്വതി തുടങ്ങിയവർ നേതൃത്വം നൽകി. നഗരസഭാ പരിധിയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. വിജയികൾക്ക് നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ C സുരേഷ് കുമാർ സർട്ടിഫിക്കറ്റുകളും മൊമെന്റോകളും വിതരണം ചെയ്തു. തലശ്ശേരി സൗത്ത് സബ് ജില്ലാ കലാമേളയുടെ ഭാഗമായി ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ വല്ലം നിർമ്മിച്ചു. ബ്രണ്ണൻ സ്കൂളിൽ നടന്ന പരിപാടി തലശ്ശേരി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TK സാഹിറ, ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി കൺവീനർ ലീന നാണുവിൽ നിന്ന് വല്ലം സ്വീകരിച്ച് ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി സൗത്ത് സബ് ജില്ലാ കലാമേളയുടെ ഭാഗമായാണ് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ബ്രണ്ണൻ സ്കൂളിൽ വല്ലം നിർമ്മാണം സംഘടിപ്പിച്ചത്. തലശ്ശേരി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാഹിറ, ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി കൺവീനർ ലീന നാണുവിൽ നിന്ന് വല്ലം സ്വീകരിച്ച് ഉദ്ഘാടനം നടത്തി. CDS ചെയർപേഴ്സൺ സുബിഷ വല്ലം നിർമ്മാണത്തിന് നേതൃത്വം നൽകി. ഹരിതകർമ്മ സേനാംഗങ്ങളായ VP ചന്ദ്രി, KRT,
KP പ്രീത, K ചന്ദ്രി, TT സതി, KK ആബിദ എന്നിവർ വല്ലം നിർമ്മാണത്തിൽ പങ്കെടുത്തു. തലശ്ശേരി നോർത്ത് സബ് ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം ഒക്ടോബർ 22-23 തീയതികളിലായി പിണറായി AKG മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. സമാപന സമ്മേളനം തലശ്ശേരി നോർത്ത് AEO A പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി നോർത്ത് സബ് ജില്ലാ ശാസ്ത്രമേള വിദ്യാരംഗം കോർഡിനേറ്റർ KC സുധീർ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം ദീപ്തി അധ്യക്ഷയായി. തലശ്ശേരി നോർത്ത് AEO A പ്രശാന്ത്, മിഥുൻ മുകുന്ദൻ, CP രാജേഷ്, K ഷീജിത്ത്, KP വികാസ്, അരുൺ നാരായണൻ, കക്കോത്ത് രാജൻ, K അബ്ദുൽ ഹമീദ്, വത്സലാക്കാരായി A ദിവ്യ, K പ്രിൻസി, CK ഷക്കീർ, ഡോക്ടർ ജോർജ് T എബ്രഹാം, എലിയൻ അനിൽകുമാർ, P ജസ്ന എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ P ശ്രീജിത്ത് സ്വാഗതവും പ്രധാനാധ്യാപകൻ ജയേഷ് നന്ദിയും പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസൈ വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. മലയാള കലാഗ്രാമത്തിലെ നിലവിലുള്ള കോഴ്സുകളുടെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഭരതനാട്യം, കുച്ചിപ്പുടി, സംഗീതം, വയലിൻ, മൃദംഗം, പെയിന്റിംഗ്, മ്യൂറൽ പെയിന്റിംഗ്, യോഗ എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം. വിദഗ്ധ അധ്യാപകർ, വിസിറ്റിംഗ് ഫാക്കൽറ്റി സേവനങ്ങൾ. ബന്ധപ്പെടേണ്ട നമ്പർ 049023329161, 7907361149, 9447646125. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി.
300 സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. പാനൂർ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം ഒക്ടോബർ 24 മുതൽ 28 വരെ പാനൂർ KKV മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ മുഖ്യവേദിയായി നടക്കും. 25-ന് രാവിലെ 9-ന് KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്യും. കലോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ പാനൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 10 വേദികളിൽ ഇന്ന് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ സബ് ജില്ലാ കലോത്സവം ആരംഭിക്കുകയാണ്. KKV മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലും തൊട്ടടുത്തുള്ള PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലും തൊട്ടടുത്തുള്ള വേദികളൊക്കെ അതിനെക്കുറിച്ച് പ്രോഗ്രാം കൺവീനർ വിശദമായിട്ട് പറയും. അതുപോലെ തന്നെ നാളെ മുതൽ ഞായറാഴ്ച ഒഴികെ 28-ാം തീയതി വരെ പാനൂർ മേഖലയെ മുഴുവൻ ജനപങ്കാളിത്തത്തോടും കൂടി ഒരു കലയുടെ ഒരു മാമാങ്കം നടക്കുന്നു. പാനൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം പാനൂർ KKV മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെള്ളിയാഴ്ച ആരംഭിക്കും. 24, 25, 27, 28 തീയതികളിലാണ് മത്സരങ്ങൾ നടക്കുക. KKV മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന് പുറമെ സമീപത്തെ വിദ്യാലയങ്ങളിലുമായി 10 വേദികൾ ഒരുക്കിയിട്ടുണ്ട്. 3000-ഓളം പ്രതിഭകൾ മാറ്റുരയ്ക്കും. കലോത്സവം 25-ന് ശനിയാഴ്ച രാവിലെ 9-ന് KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്യും. പാനൂർ നഗരസഭാ അധ്യക്ഷൻ KP ഹാഷിം അധ്യക്ഷനാവും. സിനി ആർട്ടിസ്റ്റ് ഗിരീഷ് നമ്പ്യാർ മുഖ്യാതിഥിയാകും. സ്കൂൾ മാനേജർ PK സരള കലോത്സവം ലോഗോ ഡിസൈൻ ചെയ്ത ഷിധിൻ ചൊക്ലിയെ ആദരിക്കും. AEO ബൈജു കേളോത്ത് കലോത്സവം പോസ്റ്റർ ഡിസൈനർക്കുള്ള ഉപഹാരം സമ്മാനിക്കും. സമാപന സമ്മേളനം 28-ന് വൈകിട്ട് 5-ന് ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ റുക്സാന ഇക്ബാൽ അധ്യക്ഷനാവുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ജില്ലാ കലോത്സവം നാളെ മുതൽ ആരംഭിക്കുകയാണ്. 25, 26, 24, 25, 27, 28 തീയതികളിലായിട്ടാണ് നടക്കുന്നത്. ഈ കലോത്സവം എന്ന് പറയുന്നത് പാനൂരിൻ്റെ ഒരു ഉത്സവമേളം തന്നെ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാവരെയും കലോത്സവത്തിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു. കലോത്സവം ഏറ്റവും ഭംഗിയായി നടത്താൻ വേണ്ടി എല്ലാവരും സഹകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ശനിയാഴ്ചയാണ് കലോത്സവത്തിന് ഉദ്ഘാടനം നടത്തുന്നത്. രാവിലെ 9 മണിക്കാണ്. അധ്യക്ഷത വഹിക്കുന്നത് നഗരസഭാ ചെയർമാനാണ് KP ഹാഷിം അവർകളാണ്. ഉദ്ഘാടനം നടത്തുന്നത് ശ്രീ KP മോഹനൻ അവർകളാണ്. ഉദ്ഘാടന സമ്മേളനം 25-ാം തീയതി ശനിയാഴ്ച രാവിലെ 9 മണിക്ക് നടക്കുന്നതാണ്. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം അവർകളുടെ അധ്യക്ഷതയിൽ പുതുപറമ്പ് മണ്ഡലം MLA KP മോഹനൻ അവർകളാണ് സമ്മേളനത്തിന് ഉദ്ഘാടനം കർമ്മം നിർവഹിക്കുന്നത്. സമാപന സമ്മേളനം 28-ാം തീയതി ചൊവ്വാഴ്ച നടക്കുന്നതായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ AEO ബൈജു കേളോത്ത്, ജനറൽ കൺവീനർ പ്രിൻസിപ്പൽ PV അൽഫോൻസ, പ്രധാനാധ്യാപിക KM റീഹ, പ്രോഗ്രാം കൺവീനർ PG ജീജാബായി, C അമീർ എന്നിവർ പങ്കെടുത്തു. ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മോഹൻലാലിനോടുള്ള ആദരസൂചകമായിട്ട് നമ്മൾ ഓരോ വേദിക്കും അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ പേരുകൾ നൽകിയിട്ടാണ് ഓരോ വേദിക്കും നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത്. പിന്നെ ഫസ്റ്റ് ഡേ അതായത് 24-ാം തീയതി നാളെ ഏകദേശം 1200-ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു ദിവസമാണ്. പിന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്ത ദിവസങ്ങളിലും ഏകദേശം ഇത്ര തന്നെ കുട്ടികൾ പങ്കെടുക്കുന്ന മത്സരങ്ങളാണ് ഉണ്ടാവുക. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. പാനൂരിൻ്റെ ഹൃദയഭാഗത്തുള്ള വിവിധ സ്കൂളുകളിൽ വേദികൾ ഒരുക്കിക്കൊണ്ട് കലയുടെ മാമാങ്കത്തിന് നാളെ മുതൽ തുടക്കം കുറിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പാനൂർ സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ മുന്നോടിയായി മൊകേരിയിൽ നടത്തുന്ന പഞ്ചായത്ത് തല മത്സരങ്ങൾക്ക് കൂരാറ ഗവൺമെന്റ് LP സ്കൂളിൽ തുടക്കമായി. പൊലിമ എന്ന പേരിൽ സംഘടിപ്പിച്ച മൊകേരി സ്കൂൾ കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് P. വത്സൻ ഉദ്ഘാടനം ചെയ്തു.
പാനൂർ സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ മുന്നോടിയായി മൊകേരിയിൽ നടത്തുന്ന പഞ്ചായത്ത് തല മത്സരങ്ങൾക്ക് കൂരാറ് ഗവൺമെന്റ് LP സ്കൂളിൽ തുടക്കമായി. പൊലിമ എന്ന പേരിൽ സംഘടിപ്പിച്ച മൊകേരി സ്കൂൾ കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് P. വത്സൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ തനത് ശൈലിയും തനത് ചിന്തയും അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ടോ, അങ്ങനെ ഭാവി അങ്ങനെ ആയിത്തീരുമോ എന്ന ഒരു ആശങ്ക എന്നെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നുണ്ട്. കാരണം നമ്മൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കേരളത്തിലുള്ള ഒരു സംസ്ഥാനത്തിന് യോജിച്ചതാണോ, അതിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് യോജിച്ചതാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുകയാണ്. എല്ലാത്തിനും നിങ്ങൾ ഒരു തിരിഞ്ഞു നടത്തും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ ആർജിച്ചെടുത്ത എല്ലാ കഴിവുകളെയും സാധ്യതകളെയും നമ്മൾ കൈവിട്ടു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. കേരളത്തിന്റെ ഒരു തനത് പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാത്തിനെയും മനുഷ്യത്വത്തോടൊപ്പം നോക്കിക്കാണുക എന്നുള്ളതാണ്. മനുഷ്യനെ പൊതുവായി കാണാൻ ഈ കേരളത്തിന്റെ അതിർകൾക്കുള്ളിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും കേരളീയരാണെന്നുള്ള ബോധ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നൊരു കേരളം അതിൽ നിന്ന് മാറി എല്ലാത്തിനെയും ഓരോ അറകളായി മാറുന്ന ഒരു കാലത്ത് നമ്മൾ ചിന്തിച്ചു പോകുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനെ പ്രചരണം നടത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് നമുക്ക് അശാസ്ത്രമായതാണോ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം നമ്മള് ബഷീറിനെയും തമിഴിനെയും ചേർത്ത് വായിക്കുന്നവരാണ്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP ഷൈനി അധ്യക്ഷയായി. സ്കൂൾ പ്രധാന അധ്യാപിക TM ഷർലി സ്വാഗതം പറഞ്ഞു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV മുകുന്ദൻ, PTA പ്രസിഡന്റ് KP ബഷീർ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി കുഞ്ഞിമൂസ E, മദർ PTA പ്രസിഡന്റ് NB ജിൻസി എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി M സജിനി നന്ദി പറഞ്ഞു. സ്വരലയം നാഥം എന്നീ പ്രത്യേകം തയ്യാറാക്കിയ 2 വേദികളിലാണ് പരിപാടി നടന്നത്. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി മെമ്മോറിയൽ സ്കൂളിൽ എക്സൈസ് വിമുക്തി മിഷന്റെ തേനൂറും ജീവിതത്തിലേക്ക് ലഹരിയില്ലാതെ എന്ന പദ്ധതിയുടെ ഭാഗമായി ബോധവൽക്കരണം സംഘടിപ്പിച്ചു. രസതന്ത്രം എന്ന ലഹരി വിരുദ്ധ ഏകപാത്ര നാടകം അരങ്ങേറി. പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി മെമ്മോറിയൽ സ്കൂളിൽ എക്സൈസ് വിമുക്തി മിഷന്റെ തേനൂറും ജീവിതത്തിലേക്ക് ലഹരിയില്ലാതെ എന്ന പദ്ധതിയുടെ ഭാഗമായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയിൽ രസതന്ത്രം എന്ന ലഹരി വിരുദ്ധ ഏകപാത്ര നാടകവും അരങ്ങേറി. വെറുതെ ഇങ്ങനെ നോക്കി അവനെ സ്നേഹിക്കുന്ന മറ്റെല്ലാവരും ചിരിയും ചേർത്ത് അവൻ മാത്രം ഇതിനെ ചിരിച്ചോണ്ടിരിക്കരുത്. എന്റെ മകൻ അവനെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ആഗ്രഹിച്ച ഞാനിപ്പോ അവന്റെ ചിരിയൊന്നും നിർത്താൻ പാടില്ല. നിന്റെ നിർത്താതെയുള്ള ചിരി കാണുമ്പോ പേടിയായതാ. അത് കണ്ട് നിന്റെ അമ്മ കരയാതിരിക്കാനല്ലേ ഇവിടെ അഡ്മിറ്റായത്. PC പ്രഭുനാഥാണ് നാടകം അവതരിപ്പിച്ചത്. ശ്രദ്ധേയമായ അവതരണത്തിലൂടെ പ്രേക്ഷകരുടെ പ്രശംസ നേടി. പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A. ശൈലജ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസീത, അംഗം സതി, എക്സൈസ് ഓഫീസർ നിഷ നമ്പ്യാർ എന്നിവർ മുഖ്യാതിഥികളായി. മൊകേരി ഗ്രാമപഞ്ചായത്ത് 2025-26 ജനകീയ ആസൂത്രണത്തിന്റെ ഭാഗമായി
പോത്തുകുട്ടി വിതരണം നടത്തി. 30 പോത്തുകുട്ടികളെയാണ് വിതരണം ചെയ്തത്. മൊകേരി ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണത്തിന്റെ ഭാഗമായി പോത്തുകുട്ടി വിതരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രാജശ്രീ ഉദ്ഘാടനം ചെയ്തു. വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എല്ലാ ഗുണഭോക്താക്കളെയും നല്ലൊരു വരുമാന മാർഗം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഒരു പരിപാടി നടത്തിയിട്ടുള്ള ഇവിടെ എത്തി. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി മുകുന്ദൻ അധ്യക്ഷനായി. വെറ്റിനറി സർജൻ ഡോക്ടർ അഖില സ്വാഗതം പറഞ്ഞു. വെറ്റിനറി സർജൻ ഡോക്ടർ ദിവ്യ, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ വി സുബൈർ, അറ്റൻഡന്റ് ഫൈസൽ മാക്കൂൽ പീടിക എന്നിവർ സംസാരിച്ചു. ഭക്ഷണം നിങ്ങൾക്ക് എന്ത് ഭക്ഷണവും കൊടുക്കാം. ഇതിപ്പം ആന്ധ്രയിൽ നിന്ന് ഫാമിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതാണ്, ദൂരെ യാത്ര കഴിഞ്ഞ് വരുന്നതാണ്. അപ്പം കൊടുക്കുന്ന ഭക്ഷണം എന്തും ചെറുത് കൊടുത്ത് ശീലിപ്പിച്ചിട്ട് മാത്രം നല്ല രീതിയിൽ വലുത്. ഇപ്പം നാളെ അടുത്ത വീട്ടിൽ കല്യാണമുണ്ട്, കല്യാണത്തിലെ ബാക്കി ചോറൊക്കെ കൊണ്ടുപോയിട്ട് ഇതിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ദിവസം വയറ് വീർക്കും. അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത്. എന്നും കൊടുക്കുക. ഈ വാഴേൻ്റെ പോളയും തണ്ടയും ഇതൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചമ്പാട് വിന്നേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഈ മാസം 30, 31 തീയതികളിൽ വിന്നേഴ്സ് വോളി ലീഗ് സീസൺ 1 നടക്കും. ടീം അംഗങ്ങൾക്കായുള്ള ഫ്രാഞ്ചൈസി ലേലം വിന്നേഴ്സ് ക്ലബിൽ നടന്നു. 6 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു. IPL മാതൃകയിലാണ് വിന്നേഴ്സ് വോളി ലീഗ് സംഘടിപ്പിക്കുന്നത്. പരമ്പരാഗത ടൂർണമെന്റുകളിൽ മാറ്റം വരുത്തി അടിമുടി പ്രൊഫഷണലിസം നടപ്പാക്കിയാണ് വിന്നേഴ്സ് വോളി ലീഗ് സീസൺ 1 സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടക സമിതി കൺവീനർ AK പ്രദീപൻ പറഞ്ഞു. നമ്മൾ ചമ്പാട് വിന്നേഴ്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ വരുന്ന ഒക്ടോബർ 30, 31 തീയതികളിലായിട്ട് ഒരു IPL മോഡലിലെ മത്സരമാണ്, വോളിബോൾ മത്സരമാണ് നടക്കാൻ പോകുന്നത്. അതായത് നമ്മൾ പരമ്പരാഗതമായ വോളിബോൾ മത്സരത്തിൽ നിന്ന് വിഭിന്നമായിട്ട് ആൾക്കാരെ, പ്ലെയേഴ്സിനെ ലേലം ചെയ്തെടുത്തുകൊണ്ടുള്ള ഫ്രാഞ്ചൈസികൾ ലേലം ചെയ്തെടുത്ത് ഇപ്പോൾ നടന്നു വരുന്ന ഹൈദരാബാദിലൊക്കെ നടന്നു വരുന്ന IPL മോഡലിലുള്ള കളി നടത്താൻ വേണ്ടി വിന്നേഴ്സ് ക്ലബ്ബ് തീരുമാനിച്ചിരിക്കുകയാണ്. മത്സരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാൻഡിങ് ഗെയിമിലായിരിക്കും. സ്റ്റാൻഡിങ് ഗെയിം എന്ന് പറഞ്ഞാൽ എല്ലാ അറ്റാക്കേഴ്സിന് ഒരു കോർട്ടിൽ 5 അറ്റാക്കേഴ്സിൻ്റെ 5 അറ്റാക്കേഴ്സിനും ഫ്രണ്ട് സോണിൽ വന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു രീതി സർവീസ് റൊട്ടേഷൻ ആക്കിയിട്ടാണുള്ളത്. സർവീസ് റൊട്ടേഷൻ ആക്കാനുള്ള കാരണം നമ്മളെ ഈ അടുത്ത കാലത്തെ വോളിബോളിൻ്റെ ഒരു പിന്നോട്ട് പോകുന്നതിൻ്റെ അവസ്ഥ കണ്ടത് സർവീസ് മിസ് ചെയ്യുന്നത് വലിയൊരു വീഴ്ചയായിട്ടാണ് കാണികൾ കാണുന്നത്. അതായത് ഒരു സർവീസ് ചെയ്താൽ ഒരു സർവീസ് മിസ്സാക്കുന്ന രീതിയിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ അതിനൊരു മാറ്റം വരുത്തിയിട്ട് ഒരു പ്ലെയറിന് കണ്ടിന്യൂസ് ആയിട്ട് എത്ര സർവീസ് ചെയ്യാൻ പറ്റുമോ അത്രയും സർവീസ് ചെയ്യാൻ പറ്റും. ഇനി അവൻ സർവീസ് മിസ്സാക്കിയാൽ, ഒന്നാമത്തെ പ്ലെയർ സർവീസ് മിസ്സാക്കിയാൽ മുഴുവൻ പേരും ആ ടീമിലുള്ള 6 പേരും മിസ്സാക്കിയതിന് ശേഷം മാത്രമേ 7ാമതായി സർവീസ് തുടരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സർവീസിന് പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു ഗെയിമായിട്ട് ഇത് ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യും എന്നാണ് നമ്മൾ കരുതുന്നത്. വിന്നേഴ്സ് ചമ്പാട്, ടീം പുഞ്ചക്കര, മസ്കറ്റ് ബോയ്സ്, റെഡ് സ്റ്റാർ അരയാക്കൂൽ, വോളിവേഴ്സ് ചമ്പാട്, വോളിമേറ്റ്സ് UP നഗർ എന്നിങ്ങനെ 6 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. ടീമുകൾക്ക് താരങ്ങളെ ലേലത്തിൽ വിളിച്ചെടുക്കാൻ അവസരം നൽകി. ആവേശത്തോടെയാണ് ലേലം വിളി നടന്നത്. 3,700 for Anup Chavan, Muscat. 3,700. 3,700 first goal. 3,700 second goal. 3,700 Muscat. 3,800. 3,800 for winners. 3,900 Muscat. 4,000 for Anup Chavan, winners. 4,100 for Anup Chavan. 48 കളിക്കാരിൽ അനൂപ് ചാമൻ വിലയേറിയ താരമായി. മസ്കറ്റ് ബോയ്സ് ആണ് അനൂപിനെ സ്വന്തമാക്കിയത്. ട്രഷറർ KP അനിൽകുമാർ,
അംഗങ്ങൾ AK സുമിത്രനാഥ്, CK ആകാശ്, VK പവിത്രൻ, KN ജയപ്രകാശ്, S മിഥുൻ, CK സുരേന്ദ്രൻ എന്നിവർ ലേലത്തിന് നേതൃത്വം നൽകി. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. ഹൃദയവാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിക്കൊണ്ട് മോട്ടോറൈസ്ഡ് ടാവി ഇംപ്ലാന്റേഷൻ കണ്ണൂർ ആസ്റ്റർ മിംസിൽ നടന്നു. 69 വയസ്സുകാരനെയാണ് മോട്ടോറൈസ്ഡ് ടാവി ഇംപ്ലാന്റേഷന് വിധേയനാക്കി ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത്. കാർഡിയോളജി വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ പ്ലാസിഡ് സെബാസ്റ്റ്യൻ, ഡോക്ടർ രാമകൃഷ്ണൻ, ഡോക്ടർ വിജയൻ ഗണേശൻ, ഡോക്ടർ അനിൽകുമാർ, ഡോക്ടർ ഉമേശൻ, ഡോക്ടർ വിനു, കാർഡിയാക് അനസ്തേഷ്യ വിഭാഗം ഡോക്ടർ ഗണേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് 69 വയസ്സുകാരനെ മോട്ടോറൈസ്ഡ് ടാവി ഇംപ്ലാന്റേഷന് വിധേയനാക്കി ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത്. ഹൃദയധമനികളിലെ തടസ്സവുമായാണ് രോഗി ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയത്. ആൻജിയോപ്ലാസ്റ്റി നിർവഹിക്കുന്നതിനു മുൻപ് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഹൃദയത്തിന്റെ വാൽവ് ചുരുങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടത്. വാൽവിനും അതുപോലെ രക്തധമനികൾക്കും ബ്ലോക്കുള്ള പേഷ്യൻസിനെ ആസ്റ്റർ മിംസ് കണ്ണൂരിൽ കേരളത്തിൽ ആദ്യമായി മോട്ടറൈസ്ഡ് ടാവിയും അതിനോടൊപ്പം തന്നെ ആൻജിയോപ്ലാസ്റ്റിയും ചെയ്ത് സുഖപ്പെടുത്തിയിരിക്കുകയാണ്. 69 വയസ്സുള്ള രോഗി നെഞ്ചുവേദനയായിട്ടാണ് ആസ്റ്റർ മിംസ് കണ്ണൂരിലേക്ക് വന്നത്. അദ്ദേഹത്തിന് ഹാർട്ടിന്റെ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആ ബ്ലോക്കുകൾ ആദ്യം ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് നീക്കം ചെയ്തു. അതിനോടനുബന്ധിച്ച് ഹൃദയത്തിലുള്ള ഈ മഹാധമനിയിലുള്ള വാൽവിന്റെ ചുരുക്കം, ടാവി എന്ന് പറയുന്ന ഓപ്പറേഷൻ കൂടാതെയുള്ള താക്കോൽദ്വാര ശസ്ത്രക്രിയ വഴി മാറ്റം ചെയ്തു. നമ്മൾ ആദ്യമായിട്ടാണ് കേരളത്തിൽ മോട്ടറൈസ്ഡ് ടാവി ഉപയോഗിക്കുന്നത്. ഈ ഇത്രയും പ്രായം വരുന്ന 70-ന് മുകളിലുള്ള രോഗികൾക്ക് പലപ്പോഴും
അവർക്ക് ശാരീരികമായ ഒരു ഫിറ്റ്നസ് ഈ സർജറിയിലൂടെ കടന്നു പോകാനുണ്ടാകില്ല. അപ്പോൾ ഇതുപോലെയുള്ള നൂതന ചികിത്സാ രീതികൾ ഉപയോഗിച്ച് അവരുടെ മറ്റുള്ള കോംപ്ലിക്കേഷൻസിനെ പ്രശ്നങ്ങൾ കൂടുതലുണ്ടാകാതെ നമുക്ക് ഇത്തരം സർജറിയിലൂടെ അവരെ സുഖപ്പെടുത്താൻ സാധിക്കും. വാൽവ് റീപ്ലേസ്മെന്റ് മാത്രമാണ് ഏക പ്രതിവിധിയായി ഉണ്ടായിരുന്നത്. എന്നാൽ ബൈപ്പാസ് സർജറിയോടൊപ്പം തന്നെ തുറന്ന ശസ്ത്രക്രിയയിലൂടെ വാൽവ് റീപ്ലേസ്മെന്റ് നടത്തുന്നത് സങ്കീർണതകൾക്കുള്ള വഴിയൊരുക്കാനുള്ള സാധ്യത കൂടുതലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് മോട്ടറൈസ്ഡ് ടാവി റീപ്ലേസ്മെന്റിന് തീരുമാനിച്ചത്. അയോട്ടിക് വാൽവ് റീപ്ലേസ്മെന്റ് എന്നുള്ളത് സാധാരണ രീതിയിൽ സർജറി ചെയ്ത് അനസ്തീഷ്യ കൊടുത്ത് സർജറി ചെയ്ത് ഹൃദയം തുറന്ന് വാൽവ് മാറ്റിവെക്കുക എന്നുള്ള ചികിത്സാ രീതിയായിരുന്നു പണ്ട് നിലവിലുണ്ടായിരുന്നത്. പക്ഷേ അടുത്ത കാലത്തായിട്ട് നമ്മുടെ നാട്ടിൽ ടാവി എന്നുള്ള ചികിത്സാ രീതി, അതായത് നമ്മൾ സാധാരണ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് പോലെ വാൽവ് യഥാസ്ഥാനത്ത് വെച്ചുകൊണ്ട് ഓപ്പറേഷൻ ഒഴിവാക്കിക്കൊണ്ട് ഓപ്പറേഷന്റെ എല്ലാ കോംപ്ലിക്കേഷൻസും ഒഴിവാക്കിക്കൊണ്ട് ഉള്ള ഒരു ചികിത്സാ രീതി ആണ് ടാവി. അത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനും ചില പ്രശ്നങ്ങളുണ്ട്. നമ്മളിപ്പം വാൽവ് അവിടെ കൊണ്ടുവെക്കുന്ന സമയത്ത്, ഹൃദയത്തിന്റെ യഥാസ്ഥാനത്ത് വെക്കുന്ന സമയത്ത് പല പ്രശ്നങ്ങൾ, അതായത് BP-യിലെ വ്യത്യാസങ്ങളോ ഹാർട്ടിന്റെ ഇടിപ്പിലെ വ്യത്യാസങ്ങളോ അതിൽ കാർഡിയക് അറസ്റ്റ് തന്നെയോ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മൾ മാനുവലായിട്ട്, അതായത് കൈകൊണ്ട് വാൽവ് അവിടെ കൊണ്ടുവെക്കുകയാണ് ചെയ്യുന്നത്. അതിനൊക്കെ ഒരു പുതിയ സംവിധാനം എന്നുള്ള രീതിയിൽ, ഒരു അതിനൂതനമായിട്ടുള്ള ഒരു സംവിധാനം എന്നുള്ള രീതിയിൽ മോട്ടോറൈസ്ഡ് ടാവി, അതായത് ഒരു പ്രത്യേക യന്ത്രത്തിന്റെ സഹായത്തോടുകൂടി വാൽവ് നമുക്ക് വളരെ കൃത്യമായി, വളരെ സങ്കീർണമായിട്ടുള്ള പ്രക്രിയ കുറച്ചും കൂടി ലളിതമാക്കിക്കൊണ്ട് വളരെ കൃത്യമായി ഈ വാൽവ് അവിടെ നമുക്ക് കൃത്യമായിട്ട് വെക്കുവാൻ സാധിക്കുന്നുണ്ട്. സാധാരണ സൂചി വയ്ക്കുന്നത് പോലെ വളരെ നേർത്ത ഒരു ഇംപ്ലാന്റ് ആണ് കടത്തിവിടുന്നത്. അതിനാൽ തന്നെ മുറിവ് സൃഷ്ടിക്കേണ്ടി വരുന്നില്ല എന്നതും രക്തനഷ്ടമുണ്ടാകുന്നില്ല എന്നതും ഈ ശസ്ത്രക്രിയയുടെ നേട്ടങ്ങളാണ്. തുറന്നുള്ള ശസ്ത്രക്രിയ സാധ്യമാകാത്തവർ, പ്രായാധിക്യമുള്ളവർ, മറ്റു അസുഖങ്ങളുള്ളവർ തുടങ്ങിയവർക്കും മോട്ടറൈസ്ഡ് ടാവി ഇംപ്ലാന്റ് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. തൃപ്രങ്ങോട്ടൂർ പഞ്ചായത്ത് തല സ്കൂൾ കലോത്സവം പൊയിലൂർ ഈസ്റ്റ് LP സ്കൂളിൽ നടന്നു. മഴവില്ല് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തെക്കയിൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ എല്ലാ പരിപാടികളും നല്ല പങ്കാളിത്തം കൊണ്ടും നല്ല പ്രവർത്തനം കൊണ്ടും മികവുറ്റ ഒരു സ്കൂൾ പ്രവർത്തനമാണ് പൊയിലൂർ ഈസ്റ്റ് LP സ്കൂൾ നടത്താറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കലോത്സവം ഈ നാടിന്റെ ഒരു ഉത്സവമായി മാറും എന്നതിൽ ഒരു സംശയവുമില്ല. നാട്ടുകാരും അതുപോലെ തന്നെ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതികളും രക്ഷിതാക്കളും അടക്കമുള്ളവർ ഈ കലോത്സവത്തെ ഏറ്റെടുത്തുകൊണ്ട് നല്ല രീതിയിൽ വിജയിപ്പിക്കണം എന്നാണ്. വാർഡംഗം AK ഭാസ്കരൻ അധ്യക്ഷനായി. KP ഷമീന, M നജീബ്, P സുധീർ കുമാർ, CK ബിജു, OK സുരേന്ദ്രൻ മാസ്റ്റർ, TK ചന്ദ്രൻ മാസ്റ്റർ, K കീർത്തന എന്നിവർ സംസാരിച്ചു. CK ബിന്ദു സ്വാഗതവും K അനിത നന്ദിയും പറഞ്ഞു. തലശ്ശേരി ഗവൺമെന്റ് ട്രെയിനിംഗ് കോളേജിൽ നിന്നും 1979 കാലഘട്ടത്തിൽ പഠിച്ചിറങ്ങിയവർ 45 വർഷങ്ങൾക്കിപ്പുറം ഒരിക്കൽ കൂടി ഒത്തുചേർന്നു. സ്മൃതി മധുരം എന്ന പേരിൽ സംഘടിപ്പിച്ച സംഗമം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഐസക് പോൾ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഐസക് പോൾ സംഗമം ഉദ്ഘാടനം ചെയ്തു. 45 വർഷങ്ങൾക്ക് ശേഷമാണ് സ്മൃതി മധുരം എന്ന പേരിൽ ഒത്തുചേർന്നത്. കോളേജ് അലുമിനി അസോസിയേഷൻ ട്രഷറർ ഡോക്ടർ ബിനീഷ് ജോൺ അധ്യക്ഷനായി. ഡോക്ടർ പ്രശാന്ത് മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് യൂണിയൻ ചെയർമാൻ N അഭിജിത്ത്, ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് റിട്ടയർഡ് അസോസിയേറ്റ് പ്രൊഫസർ VC ശ്രീജൻ എന്നിവർ സംസാരിച്ചു. റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ അലിയാർ അനുസ്മരണ ഭാഷണം നടത്തി. KP ശിവദാസൻ, M ഹരീന്ദ്രൻ, സവിത എന്നിവർ കുട്ടികളുമായി സംവദിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. പൂർവ്വ വിദ്യാർത്ഥി ഭക്തദാസ് കോളേജ് ക്യാമ്പസിൽ നടാനുള്ള വൃക്ഷത്തൈകൾ സംഭാവന ചെയ്തു. ലൈബ്രറി വികസനത്തിന് കൂട്ടായ്മ സ്വരൂപിച്ച തുകയും കൈമാറി. ചടങ്ങിന് അമൽരാജ് നന്ദി പറഞ്ഞു. തലശ്ശേരി നോർത്ത് ശാസ്ത്രമേള പിണറായി AKG മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ KC സുധീർ ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനം തലശ്ശേരി നോർത്ത് AEO A പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. മേളകളാണ്, IT മേളകളാണ് ഇവിടെ നടന്നു വരുന്നത്. കുട്ടികൾ AI ടെക്നോളജി ഉപയോഗിച്ച് ഉള്ള പരീക്ഷണങ്ങളും പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ബോർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫെൻസിങ്,
ഫെൻസിങ് അലേർട്ട്, അതായത് ഫോറസ്റ്റിലൊക്കെ അകപ്പെട്ട് കഴിഞ്ഞാൽ ഫെൻസിങ്, അതിന് പിന്നെ എന്തെങ്കിലും തകരാറ് പറ്റിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് കൺട്രോൾ റൂമിൽ എത്തുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ, അതുപോലെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സംവിധാനങ്ങൾ, ഇങ്ങനെ തുടങ്ങി നമ്മുടെ പ്രകൃതി സംരക്ഷണം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഇവിടെ പ്രതിപാദ്യ വിഷയമായിരുന്നു. അതുകൊണ്ട് വർക്ക് എക്സ്പീരിയൻസിലാണെങ്കിലും അല്ലെങ്കിൽ മോഡലിങ്ങിലാണെങ്കിലും എല്ലാം ഒന്നിനൊന്നിന് വേറിട്ട മത്സരങ്ങളായിരുന്നു. ഗണിതശാസ്ത്രത്തിലായാലും അതുപോലെ സാമൂഹ്യ ശാസ്ത്രത്തിലായാലും ഒക്കെ വേറിട്ട മത്സരങ്ങൾ, മികച്ച മത്സരങ്ങളാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ മത്സരങ്ങളിലൊക്കെ മുൻപന്തിയിലാണ് ഒക്കെയാണ്, എങ്കിലും നമ്മുടെ ശാസ്ത്ര അവബോധം എത്രമാത്രം ഉണ്ട് എന്ന് കൂടി നമ്മൾ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ IT മേളകളിലായി സബ് ജില്ലയിലെ 78 വിദ്യാലയങ്ങളിലെ 4000-ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. PTA പ്രസിഡന്റ് എലിയൻ അനിൽകുമാർ അധ്യക്ഷനായി. K ദിവാകരൻ, രഞ്ജിത്ത് തോട്ടത്തി, K സനോജ്, MB സജ്ന, പ്രവിത്, KM സിറാജ്, രാകേഷ്, NM ബിജോയ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പഴയ ജില്ലാ ബുക്ക് ഡിപ്പോയുടെ സ്ഥലം ഡിജിറ്റൽ ലൈബ്രറിയും സാംസ്കാരിക നിലയവും തുടങ്ങാൻ ഉപയോഗപ്പെടുത്തുന്ന തലശ്ശേരി നഗരസഭയ്ക്ക് അനുമതി. തീരുമാനം സ്പീക്കർ വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ. തലശ്ശേരി സൗത്ത് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് വെള്ളിയാഴ്ച തുടക്കം. വിളംബര ഘോഷയാത്ര നടന്നു. പാനൂർ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം ഒക്ടോബർ 24 മുതൽ 28 വരെ KP മോഹൻ MLA ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.